എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. +2 റിസൾട്ട് +1 റിസൾട്ട് 2024 റിസൾട്ട് ഉടൻ പ്രസിദ്ധീകരിച്ചേക്കും. ഇംപ്രൂവ്മെൻ്റ് എക്സാം എപ്പോഴാണ്, ആർക്കൊക്കെ രജിസ്റ്റർ ചെയ്യാം, വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുമുള്ള മറുപടിയാണ് വീഡിയോയിൽ കൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാനുള്ളത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വിദ്യാർത്ഥികൾ ഈ ഒരു കാര്യം കൂടെ പ്രത്യേകം കേൾക്കണം. 100 വിദ്യാർത്ഥികൾ വീഡിയോ കണ്ടാൽ 10 പേർ പോലും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് പോലും ചെയ്യുന്നില്ല. പ്രിയ വിദ്യാർത്ഥികളെ അങ്ങനെ ആവരുത്. തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന നിരവധി വീഡിയോസ് നമ്മുടെ ചാനലിൽ കൂടെ വരും മണിക്കൂറുകളിലും വരും ദിവസങ്ങളിലും ഒക്കെ വന്നിരിക്കും. അതൊക്കെ ലഭിക്കാൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെല്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. +1 റിസൾട്ട് 2024 റിസൾട്ട് ഉടൻ പ്രസിദ്ധീകരിച്ചേക്കും. മെയ് അവസാനത്തോടെ ജൂൺ 1 2 വീക്കോടെയൊക്കെ ചിലപ്പോൾ വന്നിരിക്കും. അതിന് കാരണം എന്ന് പറയുന്നത് SLCയും +2 റിസൾട്ടും ഇക്കുറി നേരത്തെയായിരുന്നു. ഇംപ്രൂവ്മെൻ്റ് എക്സാം എപ്പോഴായിരിക്കും? നിലവിലെ സ്ഥിതി വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഇംപ്രൂവ്മെൻ്റ് എക്സാം മാർച്ചിലെ നിങ്ങളുടെ +2 പബ്ലിക് എക്സാമിനൊപ്പമായിരിക്കും. കഴിഞ്ഞ വർഷം വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും ഒക്കെ പരാതി മൂലമാണ് ഇംപ്രൂവ്മെൻ്റ് എക്സാം സെപ്റ്റംബറിൽ നടത്തിയത്. ഈ വർഷവും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും വിദ്യാർത്ഥികളുടെയും ഒക്കെ പരാതികൾ ഉയർന്നു വരികയാണെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്തേക്കാം, സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലേക്ക് തിരിച്ചു വന്നേക്കാം. ആർക്കൊക്കെ രജിസ്റ്റർ ചെയ്യാമെന്ന് ചോദിക്കാം. +1 പരീക്ഷ എഴുതിയ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഇതിനായി രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. കമ്പാർട്ട്മെൻറ്റൽ വിദ്യാർത്ഥികൾക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റുമോ എന്നത് സർക്കുലർ വന്നാൽ മാത്രമേ പറയാൻ പറ്റൂ. കാരണം അതുകൊണ്ട് തന്നെ സർക്കുലർ വരട്ടെ, അന്നേരം ഞാൻ കൃത്യമായിട്ടുള്ള വീഡിയോ അതിനെക്കുറിച്ച് ഡീപ്പായിട്ട് വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കും. അപ്പോൾ റിസൾട്ട് ഉടൻ പ്രസിദ്ധീകരിച്ചേക്കും എന്നുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മെയ് അവസാനത്തോടെ ജൂൺ 1 2 വീക്കോടെ കൂടി എന്ത് ചെയ്തേക്കാം, റിസൾട്ട് പ്രസിദ്ധീകരിച്ചേക്കാം. അതിന് കാരണമെന്ന് പറയുന്നത് ഈ വർഷം +2 റിസൾട്ട് SLCയും +2 റിസൾട്ടും നേരത്തെ പ്രസിദ്ധീകരിച്ചിരുന്നു. ഇംപ്രൂവ്മെൻ്റ് എക്സാം എപ്പോഴായിരിക്കും? കഴിഞ്ഞ വർഷം തൊട്ടേ പബ്ലിക് എക്സാമിനൊപ്പം ആവേണ്ടതായിരുന്നു +2വിൻ്റെ. പക്ഷേ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയൊക്കെ പരാതി ഉയർന്നു വന്ന കാരണം അതെന്ത് ചെയ്തു, പിന്നെയും സെപ്റ്റംബറിലേക്ക് തിരിച്ചു കൊണ്ടിരിക്കുകയാണ് ചെയ്തത്. ഈ വർഷവും ചിലപ്പോൾ അതെന്ത് ചെയ്തേക്കാം, വിദ്യാർത്ഥികളുടെ അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയൊക്കെ പരാതികൾ ഉയർന്നു വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ തിരിച്ചു കൊണ്ടുവന്നേക്കാം. അത് ഉറപ്പൊന്നും പറയാൻ സാധിക്കില്ല. അത് എന്ത് ചെയ്തേക്കാം, നിങ്ങളുടെ ഭാഗ്യം പോലെ ഇരിക്കും. എൻ്റെ അഭിപ്രായ പ്രകാരം സെപ്റ്റംബറിൽ ഒക്ടോബറിൽ നടത്തുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലത്. അതിന് കാരണം എന്ന് പറയുന്നത് +2വിൻ്റെ പബ്ലിക് എക്സാമിനൊപ്പം നടന്നു കഴിഞ്ഞാൽ നിങ്ങൾ +1ൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് വേണ്ടതും പഠിക്കേണ്ടി വരും. നിങ്ങളുടെ +2വിൻ്റെ പബ്ലിക് എക്സാമിന് വേണ്ടത് നിങ്ങൾ പഠിക്കേണ്ടി വരും. സെപ്റ്റംബറിൽ നടത്തുന്നതുകൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നതാണെങ്കിൽ നിങ്ങൾക്ക് സെപ്റ്റംബറോ ഒക്ടോബറിലോ അത് നടത്തിക്കഴിഞ്ഞാൽ അത് വിട്ടിട്ട് പിന്നീട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, സെക്കൻഡ് ഇയറിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്കത് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ രണ്ടും നിങ്ങൾക്ക് കൈകാര്യം ചെയ്ത് പോകാൻ സാധിക്കും. ആർക്കൊക്കെ രജിസ്റ്റർ ചെയ്യാമെന്ന ചോദ്യത്തിന് +1ൻ്റെ പബ്ലിക് എക്സാം എഴുതിയ മുഴുവൻ വിദ്യാർത്ഥികൾക്കും എന്തായാലും തന്നെ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. പഠിച്ച സ്കൂളിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. ഇംപ്രൂവ്മെൻ്റ് പരീക്ഷ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. അപ്പോൾ കമ്പാർട്ട്മെൻറ്റൽ വിദ്യാർത്ഥികൾക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റുമോ എന്നത്, മുൻ വർഷങ്ങളിൽ ഫെയിലായ വിദ്യാർത്ഥികൾക്ക് ഇനി എഴുതിയെടുക്കണമെന്നുണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് സർക്കുലർ വന്ന ശേഷം മാത്രമേ നമുക്കത് പരിശോധിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതാണ് ഇപ്പോൾ വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുമുള്ള താൽക്കാലികമുള്ള മറുപടിയൊക്കെ ഇപ്പോൾ ലഭിച്ചു കഴിഞ്ഞു. ഡേറ്റും കാര്യങ്ങളൊക്കെ സർക്കുലർ വന്നതിന് ശേഷം മാത്രമാണ് നമുക്ക് കൃത്യമായ അപ്ഡേറ്റ്സ് നൽകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുമുള്ള മറുപടി നിങ്ങളുടെ എല്ലാ തരത്തിലുമുള്ള സംശയങ്ങൾക്കുള്ള മറുപടി നമ്മുടെ ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. SLC ആയിക്കോട്ടെ, +1 ആയിക്കോട്ടെ, +2 ആയിക്കോട്ടെ. പ്രിയ വിദ്യാർത്ഥികളെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുന്ന വീഡിയോസ് ഒരുപാട് നമ്മുടെ ചാനലിൽ കൂടെ വരികയും കടന്നു പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങൾ തന്നെ അതറിയാതെ പോകുന്നൊരു സാഹചര്യമുണ്ട്. എന്നിട്ടും പ്രിയ വിദ്യാർത്ഥികൾ നമ്മളോട് അതിനെക്കുറിച്ച് തന്നെ സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടില്ല. നമ്മുടെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അറിയാതെ പോകുന്നൊരു പ്രശ്നം. വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കും വിദ്യാർത്ഥികൾ ഇങ്ങോട്ട് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അങ്ങോട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, നോട്ടിഫിക്കേഷൻ ബെല്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുക. വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക. 100 വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ 10 പേർ പോലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. പ്രിയ വിദ്യാർത്ഥികളെ അറിഞ്ഞും കണ്ടും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതിരുന്നാൽ നിങ്ങൾക്ക് നഷ്ടം മാത്രമേ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ല. ഇത് എനിക്കൊരു അംഗീകാരമായിരിക്കും. അപ്പോൾ നിങ്ങൾക്കതിൻ്റെ ഗുണം തീർച്ചയായും ലഭിക്കുമെന്ന് ഞാൻ 100% വാഗ്ദാനം ചെയ്യുന്നു. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് നഷ്ടം വരില്ലെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇസ്മി സ്കറിയ, ദ ഫൗണ്ടർ ഓഫ് സ്കറിയ ഫോട്ടക്. ബൈ.